രാമായണത്തിലാണെങ്കിലും ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ധർമ്മം എന്നുള്ളത്. രാമായണത്തിലെ ധർമ്മം എന്നാൽ എന്താണ്? അത് എല്ലാ സാഹചര്യങ്ങളിലും ഒരേ രൂപത്തിൽ തന്നെയാണ്. ഈ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ധർമ്മമുണ്ട്. എനിക്ക് എന്നോട് തോന്നുന്നൊരു ധർമ്മം, അതുകൂടാതെ എനിക്ക് കുടുംബധർമ്മമുണ്ട്, എനിക്കൊരു പ്രൊഫഷണൽ ധർമ്മമുണ്ട്. ഇപ്പം ഞാൻ കളവ് പറയില്ല എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി എനിക്ക് നല്ലതാണ്. പക്ഷെ ഞാൻ അഡ്വക്കേറ്റായി എന്ത് ചെയ്യും? ഞാൻ ഒരു LLB കാരനും കൂടിയാണ്. അപ്പം ഞാൻ കോടതിയിൽ പോയിട്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ കൊന്നു എന്ന് പറയുന്ന സമയത്ത് കൊല്ലാൻ പാടില്ല, നീ നേരെ പോലീസിൽ പോയിക്കോ എന്ന് പറഞ്ഞാൽ അയാൾ അഡ്വക്കേറ്റിൻ്റെ പണി ചെയ്യാൻ പറ്റുമോ? അയാൾ പറയേണ്ടത് നീ കൊന്നാലും കുഴപ്പമില്ല, നിന്നെ ഞാൻ രക്ഷിക്കുന്നല്ലേ. അപ്പോൾ ഒരു പ്രൊഫഷണൽ ധർമ്മം എന്ന് പറയുന്നത് എവിടെ ആര് എങ്ങനെ എപ്പോൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നൊന്നും ഇവാലുവേറ്റ് ചെയ്യരുത്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളെ ഞാൻ എങ്ങനെ രക്ഷിക്കണം എന്ന് നോക്കേണ്ടത്. അതാണ് അഡ്വക്കേറ്റിൻ്റെ ധർമ്മം. അപ്പോൾ പ്രൊഫഷണൽ ധർമ്മവും എൻ്റെ ഇൻഡിവിജ്വൽ ധർമ്മവും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഈ കോൺഫ്ലിക്റ്റിനെ നമ്മൾ എങ്ങനെ ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ് രാമായണത്തിൽ നമ്മൾ കാണുന്ന പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. എവിടെ ആര് എങ്ങനെ എപ്പോൾ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോ ധർമ്മവും. ഒരാളെ കൊല്ലുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഒരു സോൾജിയർ പാകിസ്ഥാനിലുള്ള ഒരാളെ കൊല്ലുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ, അയാൾ തെറ്റ് ചെയ്തുകൊണ്ടല്ല, അയാൾ ആരുടെ മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ആരെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അയാൾ രണ്ടാളും തമ്മിൽ ഒരു വിരോധമില്ല. പക്ഷേ അങ്ങനെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കർണനെ ഒപ്പോസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പാണ്ഡവന്മാരുടെ കഥ നമ്മൾ പുനർവായനയിൽ കാണും. ഇനി ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ള പാകിസ്ഥാൻ്റെ ബോർഡറിൽ പോയിട്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് വീരചക്രവും അല്ലെങ്കിൽ അയാൾ നമ്മുടെ നാട്ടിലെത്തുന്ന സമയത്ത് MP MLA ചീഫ് മിനിസ്റ്ററൊക്കെ അവാർഡൊക്കെ കൊടുക്കും. അയാൾ നാട്ടിൽ വന്ന സമയത്ത് തൊട്ട അയൽവാസി വേറൊരാൾ കള്ളു കുടിച്ചിട്ട് ഭാര്യനെ അടിക്കുന്ന കാണുമ്പോൾ ഓനൊരു തോക്കെടുത്ത് വെടിവെച്ച് കൊന്നാലോ, ഉടനെ ഇതേ വ്യക്തിയെ പിടിച്ച് ജയിലിലിടുകയും ചെയ്യിക്കും. അപ്പോൾ എവിടെ ആര് എങ്ങനെ എപ്പോൾ എന്തിനു വേണ്ടി ആരുടെ മുന്നിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ധർമ്മം. അപ്പം ധർമ്മം കൃത്യമായിട്ട് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഞാൻ എഴുതിയ ചെറിയൊരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ദ ആരോ കംസ് ഫ്രം ഷാഡോ. രാമൻ ഒളിഞ്ഞമ്പെയ്ത് കൊന്ന ബാലിയുടെ കഥ, സുഗ്രീവന്റെ കഥ നമ്മൾ കേൾക്കുമ്പോൾ രാമൻ എന്തോ ഒരു അധർമ്മം അവിടെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ചെയ്തതിൽ ചെറിയ അധർമ്മം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ കൃഷ്ണനെ ഒരു ആരോ കൊണ്ട് മരിക്കേണ്ട ഗതി വരുമെന്നുള്ളതാണ്. ചെറിയ തെറ്റ് പോലും അവനവന് ശിക്ഷയായി മാറും എന്നുള്ള കഥ നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ പൂർണ്ണമായിട്ടും ക്രമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു കഥ വായിച്ചാൽ മനസ്സിലാവില്ല. ഒരു കഥയുടെ ഉത്തരം അടുത്ത കഥയിലാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ പുരാണത്തിൻ്റെ ഏറ്റവും വലിയ ഗുണവും. ഒരു കഥ വായിച്ചാൽ തീരില്ല. അതുകൊണ്ട് ഇതിനെ ക്രമത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഇതുകൊണ്ടാണ് അത് നടന്നതല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ്. അപ്പം ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ബ്രദർ എന്നുള്ള ധർമ്മത്തിൽ ചിലപ്പോൾ രാമൻ ചെയ്ത ഒരു വാക്കുകൊണ്ടാണ് ലക്ഷ്മണൻ കാട്ടിൽ പോണ്ടി വന്നതും ഭാര്യ ഉപേക്ഷിക്കേണ്ടി വന്നതും കുറച്ചു കാലം മാറി നിൽക്കേണ്ടി വന്നതുമെങ്കിൽ ഈ ലക്ഷ്മണൻ രാമനോട് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവാം. ചെറിയൊരു ഈർഷ തോന്നാൻ സാധ്യതയുണ്ടാവും. അപ്പം ഉണ്ടെങ്കിൽ, ഇല്ല എന്നാണ് നമ്മൾ രാമായണത്തിൽ വായിക്കുക. പക്ഷെ എവിടെയോ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്രമം നമ്മൾ കാണുക. അടുത്ത ജന്മത്തിൽ ലക്ഷ്മണനാണ് ബലരാമനായിട്ട് വന്നതും കൃത്യമായിട്ട് കൃഷ്ണനെ ഇടക്കിടക്ക് നോണ്ടിക്കൊണ്ടിരുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ യങ്ങർ ബ്രദർ എൽഡർ ബ്രദറായിട്ട് വന്നിട്ട് ഉപദ്രവിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു ജന്മത്തിൽ യങ്ങർ ബ്രദറെ നമ്മൾ ഉപദ്രവിച്ചാൽ ഇതാണ് ധർമ്മം. നമ്മൾ ആരോട് എങ്ങനെ എപ്പോൾ എന്തിനു വേണ്ടി ആരുടെ മുമ്പിൽ എങ്ങനെ ചെയ്തു എന്നുള്ളത്. ആ ഒരു പ്രൊഫഷണൽ കുടുംബധർമ്മത്തിൽ നിന്ന് ഞാൻ ഒരു സ്റ്റേറ്റ് ധർമ്മത്തിലേക്കും ലോകധർമ്മത്തിലേക്കും ഒക്കെ പോകുമ്പോഴാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നതാണ്. ഞാൻ സാധാരണ കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ റോൾ ഗോൾ വാല്യൂസ്, ആ വാല്യൂസ് എന്ന് പറഞ്ഞ ധർമ്മമാണ്. അതെൻ്റെ റോളും ഗോളും വെച്ചിട്ട് ഞാൻ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ 3 ബാലൻസ് ചെയ്യുന്നതാണ് ലൈഫ്. റോൾ ഗോൾ വാല്യൂസ്. ഡോക്ടർ TPS അടിച്ചാൽ ചിലപ്പോൾ കുറേ കുട്ടികളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം. കാരണം മിക്കവാറും കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ ഈ രാമായണത്തിൻ്റെ ഈ കഥ ഇങ്ങനെയല്ല പറയുക, ഇതിനകത്ത് ചേർത്തിട്ട് അവരുടെ പ്രൊഫഷണൽ ലൈഫ്, പഠനം, കുടുംബം, ഹോസ്റ്റലിൽ താമസിക്കണോ വീട്ടിൽ താമസിക്കണോ എന്നൊക്കെയുള്ള ഉത്തരം, നിങ്ങൾ കുടുംബത്തെ എങ്ങനെ നോക്കണം, ഇതൊക്കെ ഈ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുള്ളത്. തീർച്ചയായും വളരെ മനോഹരമായിരുന്നു. സാറിന്റെ പ്രഭാഷണത്തിൻ്റെ അകത്ത് സാർ മെൻഷൻ ചെയ്തിരുന്നു